പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലത്തെ ദിവസം നമ്മൾ സംസാരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് മൂവാറ്റുപുഴ ആസ്ഥാനമായിട്ട് ഒരു പുതിയ ജില്ല രൂപീകരിക്കുന്നത് പരിഗണനയിലാണെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രഖ്യാപനമായിരുന്നു അല്ലേ. അവിടുത്തെ MLA മാത്യു കുഴൽനാടൻ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. ജില്ലയ്ക്ക് വേണ്ടത്ര നാടിന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല, പല പദ്ധതികളും അവിടെ നടപ്പാക്കുന്നില്ല തുടങ്ങി അദ്ദേഹം ഒരുപാട് വിഷമങ്ങളൊക്കെ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പലിശ സഹിതം തിരികെ കൊടുക്കും മൂവാറ്റുപുഴയ്ക്ക് എന്ന കാര്യമൊക്കെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചത്. ഞാനിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം ഈ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചല്ല കേട്ടോ. മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ മലപ്പുറം കേന്ദ്രീകരിച്ചും പുതിയൊരു ജില്ല വേണമെന്നൊരു ആവശ്യം ശക്തമാവുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ PK നവാസ് MLA അടക്കം ഇക്കാര്യം പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടു. നെയ്യാറ്റിൻകര കേന്ദ്രമാക്കി പുതിയൊരു ജില്ല വേണമെന്നൊരു ആവശ്യം ഉയരുന്നുണ്ട്. പുതിയ ജില്ലകൾ വരികയാണെങ്കിൽ മേഖലയുടെ വികസനം, ഭരണപരമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പരിഹാരമാകുമെന്നാണ് അഭിപ്രായം. സൈഫുനീസ് അലിയാറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തത്സമയമുള്ളത്. നമ്മൾ പരിശോധിക്കുന്ന ന്യൂസ് ആംഗിളിലേക്ക്. സേഫു, ഗുഡ് മോർണിംഗ്. ഇപ്പം മൂവാറ്റുപുഴയ്ക്ക് പലിശ സഹിതം മൂവാറ്റുപുഴക്കാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും തിരികെ കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിന് പിന്നാലെ പലയിടങ്ങളിലും പ്രത്യേകം ഒരു ജില്ല വേണമെന്ന ആവശ്യം വരുന്നുണ്ട്. അതിൽ ഇപ്പം മലപ്പുറത്തെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മലപ്പുറത്ത് കാലങ്ങളായിട്ട് അവർക്ക് ഒരു ജില്ല വേറെ അതിനെ വിഭജിക്കണം എന്നൊരു ആവശ്യമൊക്കെ ശക്തമാണ്. ഇപ്പം വലിയ വിസ്തൃതിയും അതേപോലെ ജനസംഖ്യാ വർധനവും ഒക്കെ അതിന് കാരണമായി പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പം ലഭ്യമായ കണക്കനുസരിച്ച് മലപ്പുറത്ത് 45 ലക്ഷം കൊണ്ട് കവിഞ്ഞിട്ടുണ്ട് ജനസംഖ്യ. അതിനൊപ്പം തന്നെ ലീഗാണെങ്കിലും യൂത്ത് ലീഗ് ആണെങ്കിലും ഒക്കെ അവർ പ്രമേയമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പം അതുകൊണ്ട് അവിടെ കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെ ഒരു ആവശ്യം അംഗീകരിക്കുകയാണ് സർക്കാരെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി സ്മൂത്തായിട്ട് പോകും, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അതിനൊപ്പം തന്നെ മറ്റ് പലയിടങ്ങളിലും ഇത്തരത്തിൽ ജില്ലകൾ വിഭജിക്കണം എന്ന ആവശ്യം കൂടി ശക്തമായിട്ട് വരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താ നിലവിലെ ഈ വിഷയം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ സേഫും? സേതു, വെരി ഗുഡ് മോർണിംഗ്. മൂവാറ്റുപുഴയിൽ ജില്ല വരുന്നത് ഒരു വ്യക്തിപരമായി എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം മൂവാറ്റുപുഴക്കാരിയാണ് ഞാൻ. അപ്പോൾ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചൊരു ജില്ല വരുമ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതിനൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ പലയിടങ്ങളിലും ജില്ല വേണമെന്ന ആവശ്യം ശക്തമാണ്. അത് ഇന്നലെ മുഖ്യമന്ത്രി ആ പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ തന്നെ അത് ശക്തമായി പലരും ഉന്നയിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ PK നവാസ് MLA അടക്കമുള്ളവർ ആ വിഷയം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്തിന്റെ ഒരു മുഴുവൻ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ 31 ലക്ഷമാണ്. പക്ഷെ അതിനേക്കാൾ ഒരു 10-12 ലക്ഷം കൂടുതലാണ് മലപ്പുറത്ത്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിസ്തീർണം കൂടുതലാണ്. ഇപ്പോൾ എറണാകുളം ജില്ലയുടെ ആണെങ്കിലും മലപ്പുറം ജില്ലയുടേതാണെങ്കിലും തിരുവനന്തപുരം ജില്ലയുടേതൊക്കെ ആണെങ്കിലും വളരെ വലിയ വിസ്തീർണമുള്ള ജില്ലകളാണ്. അപ്പോൾ ഈ ജില്ലകളുടെയൊക്കെ തന്നെ ആസ്ഥാനം കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് ഒരുപാട് അകലെയാണ് ഈ മലയോര ഗ്രാമങ്ങളാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് ഗ്രാമപ്രദേശങ്ങളൊക്കെ ആണെങ്കിലും. അവർ ഏകദേശം മണിക്കൂറുകൾ, കിലോമീറ്ററുകൾ താണ്ടി അവരുടെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് എത്തേണ്ടി വരുന്നു, ജില്ലാ ആസ്ഥാനത്തേക്ക് എത്തേണ്ടി വരുന്നു. ആശുപത്രികൾ, അങ്ങനെയുള്ള പല സൗകര്യങ്ങളും അകലെയാകുമ്പോൾ അവർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ജില്ലകൾ കേന്ദ്രീകരിക്കുമ്പോൾ മൂവാറ്റുപുഴയോടൊപ്പം തന്നെ പരിഗണന ഈ മറ്റു ജില്ലകൾക്കും വേണം എന്ന് പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് ഒരു ജില്ല വേണം, മലപ്പുറത്താണെങ്കിൽ തിരൂർ കേന്ദ്രീകരിച്ച് ഒരു ജില്ല വേണം എന്ന ആവശ്യമൊക്കെയാണ് ഉയരുന്നത്. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ താലൂക്ക് വിഭജനം അടക്കമുള്ള കാര്യങ്ങളാണ്. കാരണം കഴിഞ്ഞ ഒരു 30-35 വർഷത്തിന് മുന്നെയാണ്, 35 ഒരു 40-42 വർഷത്തിന് മുന്നെയാണ് ഒരു ജില്ല കേരളത്തിൽ അവസാനമായി രൂപീകരിച്ചത്. കാസർഗോഡ് ജില്ലയാണ്. അതിനുശേഷം ജില്ലയൊന്നും രൂപീകരിച്ചില്ല. അപ്പോൾ അതിനുശേഷം അന്നേ ഒരു ചർച്ചയിലുള്ള K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ ചർച്ചയിലുള്ള കാര്യമാണ് ഇങ്ങനെ പുതിയ ജില്ലകൾ ഇപ്പോൾ പാലക്കാട് വിഭജിക്കുക, മലപ്പുറം, തിരുവനന്തപുരം, എറണാകുളം അങ്ങനെ പല ജില്ലകൾ വിഭജിച്ച് പുതിയ ജില്ലകൾ വേണം എന്നുള്ള ആവശ്യം ഉയരുന്നത്. പക്ഷേ അതൊന്നും പിന്നീട് വന്ന സർക്കാരുകളിലേക്കൊന്നും അത് കൃത്യമായി ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ പലവിധ കാരണങ്ങളാൽ ഇതൊന്നും നടക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആവശ്യം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കോതമംഗലത്ത് ഒരാൾക്ക് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അവർക്കൊരു
മെഡിക്കൽ കോളേജിലേക്ക് എത്തണമെങ്കിൽ കളമശ്ശേരിയിലേക്ക് എത്തണം. ഏകദേശം 1 മണിക്കൂറിലേറെ താണ്ടി വേണം അവിടേക്ക് എത്തുവാൻ. ആ പ്രശ്നമാണ് മറ്റ് ജില്ലകളിലെല്ലാം തന്നെ ഉള്ളത്. നമ്മൾ ഏറ്റവും മനുഷ്യന്റെ അടിസ്ഥാനപരമായ എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് വലിയ പ്രതിസന്ധി ഉള്ള ഒരു കാര്യം തന്നെ. ഇപ്പോൾ മൂവാറ്റുപുഴയിലൊക്കെ ആണെങ്കിൽ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി നിലവാരത്തിലേക്ക് മൂവാറ്റുപുഴയിലെ ആശുപത്രി ഉയർന്നു കഴിഞ്ഞതാണ്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ ഒരു ജില്ല കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ആ ഭാഗത്തുള്ളവർക്കൊക്കെ സൗകര്യമാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെയൊക്കെ അത് ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ മൂന്നാർ, ദേവികുളം പോലുള്ള ഭാഗങ്ങളൊക്കെ തന്നെ ഈ മൂവാറ്റുപുഴ ജില്ലയുടെ ഭാഗങ്ങളിലേക്ക് വരും. ഇപ്പോൾ തിരൂർ കേന്ദ്രീകരിച്ചൊരു ജില്ല വരികയാണെങ്കിൽ ഈ പാലക്കാടിന്റെ 2 താലൂക്കുകളാകും അതിലേക്ക് പോവുക. അപ്പോൾ ഈ താലൂക്കുകളൊക്കെ കേന്ദ്രീകരിച്ച് മലപ്പുറത്തൊരു ജില്ല വരുന്നു. നെയ്യാറ്റിൻകരയിൽ ഒരു ജില്ല വരികയാണെങ്കിൽ അത് തിരുവനന്തപുരത്തിന്റെ ഭാഗം മാത്രമല്ല, കൊല്ലമൊക്കെ തന്നെ, അതായത് എല്ലാ ജില്ലകളും വീണ്ടും അതിന്റെ ഒരു അതിർത്തി പുനർനിർണ്ണയിക്കുന്ന തലത്തിലേക്കും താലൂക്കുകൾ ഏതൊക്കെയാണ് ശരി സൈഫു, ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പം ഇതിനോട് സർക്കാർ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം.